പവിത്രത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ അച്ഛൻ ഒരു അപകടത്തിൽ പെടുന്നത് കൊണ്ട് തന്നെ വേദയുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ വിക്രത്തിനോടൊരു സഹായം തേടും. എന്നാൽ തൻ്റെ അച്ഛനെ ഞാൻ രക്ഷിക്കാമെന്നും അതിനിടയിൽ തന്നെ വിക്രം വേദയ്ക്ക് മുന്നിൽ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കാം, പക്ഷേ നിന്റെ അച്ഛനെ രക്ഷിച്ചതിന് ശേഷം പിന്നെ നീ ഒരു നിമിഷം പോലും എൻ്റെ വീട്ടിൽ നിൽക്കരുത് എന്നായിരിക്കട്ടോ വിക്രമിൻ്റെ നിബന്ധന. എന്നാൽ തൻ്റെ സ്വന്തം അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ അതിന് സമ്മതിക്കും. വിക്രം ഏതായാലും അതിസാഹസമായിട്ട് തന്നെ ജസ്റ്റിസ് ശങ്കരനാരായണനെ രക്ഷിച്ചുകൊണ്ട് വരുന്ന സമയത്തിന് വിക്രമിനോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ വേദ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ. വേദ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വേദയുടെ അച്ഛനും അമ്മക്കൊക്കെ ഒത്തിരിയധികം സന്തോഷമാവുന്നുണ്ട് എന്ന് മാത്രമല്ല വീട്ടുകാരെല്ലാവരും ചേർന്നിട്ട് വീണ്ടും ദർശനമായിട്ടുള്ള ആ ഒരു കല്യാണാലോചന നടത്തുകയാണ് വേദക്ക്. എന്നാൽ വേദ എന്നേക്കുമായി വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയത് കൊണ്ട് തന്നെ കമലമ്മക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കട്ടോ. വിക്രമിൻ്റെ ജീവിതം ഇനിയെങ്കിലും ഒന്ന് പച്ചപ്പിടിച്ച് കാണണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കമലമ്മ രാധയുമായിട്ടുള്ള ആ ഒരു കല്യാണം വിക്രത്തിന് ഉറപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം അറിയുന്നതോടു കൂടെ തന്നെ രാധക്ക് ഒരുപാടധികം സന്തോഷമായിരിക്കും. വിക്രമിൻ്റെ മനസ്സിലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ വേദയോട്, അത് തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാധയുമായിട്ടുള്ള ഈ ഒരു കല്യാണത്തിന് വിക്രത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അതിനിടയ്ക്ക് തന്നെ കമലമ്മക്ക് ഒട്ടും തന്നെ വയ്യാതാവുന്നുണ്ട് എന്ന് മാത്രമല്ല മരണത്തോട് മല്ലടിച്ചുകൊണ്ട് തന്നെ കമലമ്മ അങ്ങനെ ഐസിയിൽ കിടക്കുമായിരിക്കും. ആ സമയത്തും അവസാന ആഗ്രഹം പോലെ തന്നെ കമലമ്മ പറയുന്നത് ഒരേ ഒരു വാക്കാണ്, വിക്രത്തിൻ്റെ ജീവിതം നന്നായിട്ട് കാണണം, അതുകൊണ്ട് തന്നെ മോനെ നീ രാധയെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആയിരിക്കും വിക്രത്തോട് പറയുന്നത്. എന്നാൽ തൻ്റെ അമ്മ ഒട്ടും വയ്യാതെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്ന സമയത്ത് തന്നെ മറ്റ് നിവൃത്തിയില്ലാതെ രാധയെ കല്യാണം കഴിച്ചോളാമെന്ന് വിക്രം സമ്മതിക്കുകയാണ്. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമായിരിക്കട്ടോ രാധവുമായിട്ടുള്ള കല്യാണത്തിന് വിക്രം സമ്മതിക്കുന്നത്. കമലമ്മയുടെയും മാഷിൻ്റെയും അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം രാധയുമായിട്ടുള്ള കല്യാണം അമ്പലത്തിൽ വെച്ചിട്ട് വിക്രം നടത്തുന്നുണ്ട്. വേദയുടെയും വിക്രത്തിൻ്റെയും കല്യാണം ഒരേ അമ്പലത്തിൽ വെച്ച് തന്നെ ആയിരിക്കട്ടോ നടക്കുന്നത്. വേദ ദർശനുമായിട്ടുള്ള കല്യാണം അതുപോലെ തന്നെ രാധ വിക്രവുമായിട്ടുള്ള കല്യാണം ഒരേ അമ്പലത്തിൽ വെച്ചായിരിക്കും നടക്കുന്നത്. എന്നാൽ ചങ്ക് തകർന്ന് ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കും വിക്രം നിൽക്കുന്നത്. വിക്രമിൻ്റെ മനസ്സിൽ എന്നും വേദയോടൊരു പ്രത്യേക ഇഷ്ടമായിരിക്കും. ഒരിക്കലും മറ്റൊരു പെണ്ണിനും ആ സ്ഥാനം തൻ്റെ മനസ്സിൽ കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യമൊക്കെ വിക്രം മനസ്സിലാക്കിയിട്ടുണ്ടാവും. രണ്ടുപേരുടെയും താലികെട്ട് ഒരേ അമ്പലത്തിൽ വെച്ച് നടത്താനായിരിക്കട്ടെ ഇവർ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ ദർശൻ്റെ പെണ്ണായിട്ട് വേദ ഒരുങ്ങിക്കഴിഞ്ഞു എന്നറിഞ്ഞതോടുകൂടി തന്നെ വിക്രത്തിൻ്റെ ചങ്കങ്ങ് തകർന്നു പോവും. അവിടെ വെച്ച് അമ്പലത്തിൽ വെച്ച് തന്നെ വേദ വിക്രമിനെ കാണുന്നുണ്ട്. വിക്രം വേദയെ കണ്ടതോടുകൂടെ തന്നെ തൻ്റെ മനസ്സിൽ ഭാര്യസ്ഥാനം കൊടുത്തേക്കുന്നത് വേദക്കാണെന്നും ഒരിക്കലും വേദയല്ലാതെ മറ്റൊരു പെണ്ണിനെ തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം ഏതായാലും അവിടെ വെച്ച് വീണ്ടും വേദയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും മനസ്സറിഞ്ഞ് സ്നേഹത്തോടു കൂടെ തന്നെ താലി കെട്ടിയതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ രണ്ടുപേരും ജീവിക്കുന്നത്. എന്നാൽ അവിടെ വെച്ചിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ രാധ ചങ്ക് തകർന്നു പോകുന്നുണ്ടെന്ന് മാത്രമല്ല സങ്കടപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവേണ്ട ഒരു അവസ്ഥ വരാട്ടെ രാധക്ക്. വിക്രത്തിൻ്റെ പേരിൽ കമലമ്മ രാധക്ക് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കമലമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വേദ വീണ്ടും വിക്രത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലട്ടോ കമലമ്മക്ക്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്കുള്ള ജീവിതത്തിൽ വേദയുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും കമലമ്മ. എന്നാൽ പരസ്പരമുള്ള ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വിക്രം ഒരുപാടധികം സ്നേഹിക്കാൻ തുടങ്ങാട്ടോ വേദയെ. വേദയും ഇതുപോലെ വിക്രമിൽ നിന്നും ഒരുപാടധികം സ്നേഹം ആഗ്രഹിച്ചതാണെങ്കിലും ഈ ഒരു കല്യാണം ഇങ്ങനെ രീതിയിൽ നടന്നതുകൊണ്ട് തന്നെ ഈ ഒരു കല്യാണം ഇവരുടെ ഒരു ബന്ധം ആരും തന്നെ വീട്ടിൽ അംഗീകരിക്കുന്നുണ്ടാവില്ല. എന്നാൽ ശ്രീജയ്ക്ക് മാത്രം ഈ ഒരു ബന്ധം ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും. വിക്രമിൻ്റെ മനസ്സിൽ വേദയോട് ഒരുപാടധികം ഇഷ്ടമായിരിക്കും. ഒരു നിമിഷം പോലും വേദയെ കാണാൻ പറ്റില്ല എന്നൊരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ടാവട്ടെ വിക്രം. അങ്ങനെ വേദയ്ക്കുള്ളൊരു സമ്മാനമായിട്ടായിരിക്കും അന്ന് രാത്രി വിക്രം വീട്ടിലേക്ക് കയറി വരുന്നത്. വേദയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മോഡേൺ നൈറ്റി ആയിരിക്കട്ടെ വിക്രം സമ്മാനമായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. ഇതും കണ്ടുകൊണ്ട് തന്നെ വേദ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം ഇതെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞത് ഇത് നിനക്കുള്ളൊരു ഗിഫ്റ്റാണ്, എന്താണെന്ന് ചോദിക്കുന്ന സമയത്തിന് നീ അതൊന്ന് തുറന്നു നോക്കൂ എന്ന് പറയും. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടു കൂടെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ, താൻ അതൊന്ന് തുറന്നു നോക്കുമെന്ന് പറയുന്ന സമയത്തിന് വേദ തുറന്നു നോക്കുന്ന സമയത്തിന് ഞെട്ടിപ്പോവട്ടോ. കാരണം ഒരു മോഡേൺ നൈറ്റി ആയിരിക്കും വിക്രം കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടുകൊണ്ടതിന് വേദ ചോദിക്കുന്നത് ഇതെന്താ നൈറ്റിയോ, ഞാനതിന് നൈറ്റിയൊന്നും ഇടാറില്ലല്ലോ എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് അതെ നീ ഇതിട്ട് പുറത്തേക്കൊന്നും പോവണ്ട, നമ്മുടെ ബെഡ്റൂമിൽ മാത്രം നീ ഇത് ഇട്ടാൽ മതി, നീ ഇതൊന്ന് ഇട്ടിട്ട് വന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട് വേണ്ട വിക്രം ഇതൊന്നും ഞാൻ ഇടില്ല, ഇങ്ങനെയൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് അതെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ ഭാര്യ എങ്ങനെയൊക്കെ ഇട്ട് നടക്കണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ, നീ ഇത് ഈ വേഷത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാനിത് വാങ്ങിച്ചത്, നീ ഏതായാലും ഇതൊന്ന് ഇട്ടുകൊണ്ട് വാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്ന സമയത്തിന് വേദക്ക് അങ്ങ് നാണം വരികയാണ്. വേദ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വിക്രം കണ്ണടച്ച് നിൽക്കുക, ഞാനൊന്ന് ശ്രമിക്കാമെന്നൊക്കെ പറയും.
അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അയ്യടാ ഞാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ, പക്ഷേ ഞാൻ നിന്റെ ഭാഗത്തേക്കൊന്നും നോക്കുന്നില്ല, ഞാൻ എന്തേ തിരിഞ്ഞു നിൽക്കാമെന്ന് പറയുന്ന സമയത്തും വേദ അതിനെ സമ്മതിക്കില്ല. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എന്തായാലും നീ ഇവിടെ നിന്നും എങ്ങോട്ടും പോവേണ്ട, ഇവിടെ നിന്ന് തന്നെ നീ നിന്റെ ഡ്രസ്സ് മാറ്റിയാൽ മതി, ഒരു കാര്യം ചെയ്യാം, ഞാനിതേ ഈ തുണി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം, എന്നിട്ട് മാറ്റാമെന്ന് പറയുന്ന സമയത്തും വേദ പറയുന്നുണ്ട്, അയ്യടാ അതൊന്നും വേണ്ട, വിക്രം പയ്യെ എന്നെ നോക്കാനല്ലേ, ഒരു കാര്യം ചെയ്യാം, ഈ തുണി കൊണ്ട് ഞാൻ കണ്ണ് കെട്ടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് വേദ വിക്രത്തിൻ്റെ കണ്ണങ്ങ് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് കൈ അങ്ങ് പുറകേക്ക് കെട്ടിപ്പിടിക്കാൻ പറയാട്ടോ. അങ്ങനെ വിക്രം കണ്ണും കെട്ടിയിട്ട് കൈയും പുറകേക്ക് കെട്ടിപ്പിടിക്കുന്ന സമയം കൊണ്ട് തന്നെ വേദ ഏതായാലും വിക്രം കൊണ്ടുവന്ന് കൊടുത്തേക്കുന്ന ആ ഒരു മോഡേൺ നൈറ്റി അങ്ങിടും. വിക്രം കണ്ണ് കെട്ടിയിരിക്കുന്ന ആ ഒരു സമയത്ത് വേദ ഏതായാലും പോയിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റി വരുന്നുണ്ട് കേട്ടോ. വിക്രം കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത് നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറിലൊരു നൈറ്റി ആയിരിക്കും. ആ ഒരു നൈറ്റി ഇടുന്ന സമയത്തിന് ഒരുപാടധികം ഇഷ്ടപ്പെടുകയാണ് വേദക്ക്. വേദ അത് ഇട്ട് വന്നതിന് ശേഷം വിക്രമിനോട് പറയുന്ന സമയത്തിന് വിക്രം ആ ഒരു കണ്ണിൻ്റെ കെട്ടക്കഴിച്ച് നോക്കുന്ന സമയത്തിന് വിക്രമിന് ആകെ അങ്ങനെ ഞെട്ടിപ്പോവാണ്. കാരണം ആ ഒരു നൈറ്റിയിൽ അതീവ സുന്ദരിയായിട്ടായിരിക്കട്ടെ വേദ തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത്. വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയല്ലല്ലോ അയാളോട് പറഞ്ഞത്, ഇതിനിങ്ങനെ സ്ലീവ് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു നൈറ്റി ആണല്ലോ ഞാൻ പറഞ്ഞത്, എന്നിട്ട് പിന്നെ ഈ ഒരു കോട്ട എങ്ങനെ വന്നു? അല്ലേ വേദ, ഈ കോട്ട അങ്ങ് മാറ്റാൻ പറ്റത്തില്ലേ, നീ എന്തിനാ ഈ കോട്ടിട്ടിരിക്കുന്നത്? ഈ കോട്ടങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ വെറും സ്ലീവ്ലെസ് ആയിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോൾ വേദക്കങ്ങ് നാണം വരികയാണ്. ഓ ഒന്ന് പോ വിക്രം അവിടുന്ന്. എന്നാലും വേദ ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന സമയത്തിന് മറ്റ് നിവൃത്തിയില്ലാതെ ആ ഒരു കോട്ടങ്ങ് ഊരാട്ടോ വേദ ആ ഒരു കോട്ട് ഊരുന്നതോടുകൂടെ തന്നെ വിക്രം ആഗ്രഹിച്ച അതേ വേഷത്തിലായിരിക്കും വേദയെ അന്ന് രാത്രി കാണുന്നത്. അങ്ങനെ ഒരുപാടധികം ഇഷ്ടത്തോടു കൂടെ തന്നെ വിക്രം വേദയ്ക്ക് സമ്മാനിച്ച ആ ഒരു നൈറ്റിൽ വേദയെ ഇങ്ങനെ കാണുന്ന സമയത്തിന് വിക്രത്തിന് വല്ലാതെ അങ്ങനെ കൊതി തോന്നുകയാണ്. വേദക്കും ഒരുപാടധികം ഇഷ്ടമായിരിക്കുമല്ലോ വിക്രത്തിനെ. അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രി അവർക്ക് രണ്ടുപേർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാടധികം നല്ല നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു രാത്രി തന്നെയായിരുന്നു അത്. ഏതായാലും അവരാഗ്രഹിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും അവർ നല്ല രീതിയിൽ തന്നെ സന്തോഷിക്കുന്നുണ്ട്. അന്നത്തെ ആ ഒരു രാത്രിയിൽ തന്നെയായിരിക്കും വേദയും വിക്രവും എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിക്കുന്നത്. വേദ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്തിന് വേദ ആ ഒരു നൈറ്റിയും ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും ഓർമ്മയില്ലാതെ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ചായയൊക്കെ ചോദിക്കുന്നത്. വേദയാണെങ്കിൽ വിക്രമുമായിട്ട് പങ്കിട്ട് ഇന്നത്തെ ആ ഒരു രാത്രിയിലെ ഓർമ്മകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റാൻ മറന്നിട്ടുണ്ടാവും. സ്ലീവ്ലെസ് ആയിട്ടുള്ള ആ ഒരു മോഡേൺ നൈറ്റി, അതും തൻ്റെ ശരീരത്തിനോട് ഇങ്ങനെ ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു ഡ്രസ്സായിരിക്കുമല്ലോ അത്. എന്നിട്ട് വേദയുടെ ഈ ഒരു വേഷം കണ്ടിട്ട് മാഷും അതുപോലെ കമലമ്മയൊക്കെ ഇങ്ങനെ ഷോക്കായിട്ട് വേദയെ തന്നെ ഇങ്ങനെ നോക്കുമായിരിക്കും. വേദിയാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ചിന്തിച്ച് ഒരു കൂസലുമില്ലാതെ ആ ഒരു ചായയും കുടിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. വേദ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിക്രം കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് വരുന്നത്. പെട്ടെന്നായിരിക്കും വേദ ഇങ്ങനെ ആ ഒരു നൈറ്റിയും ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് ചായ കുടിക്കുന്നതായിട്ട് വിക്രം കാണുന്നത്. വേദയെ ആ വേഷത്തിൽ അടുക്കളയിൽ വെച്ച് കാണുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് വല്ലാതാവുന്നുണ്ട്. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ഇവൾ ചിലപ്പോൾ ഓർമ്മയില്ലാതെ ഈ നൈറ്റി വിട്ട് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ശ്രീജിയുടെ മോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീജിയുടെ മോൾ വന്നിട്ട് വേദിയോട് പറയുന്നുണ്ട്, ആ ആൻറ്റി ഈ നൈറ്റി ഏതായാലും ആൻറ്റിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോഴേക്കും വേദ താങ്ക് യു എന്ന് പറയുന്നുണ്ടെങ്കിലും വേദക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ താൻ ഈ ഒരു നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത് എന്ന്. ഈ സമയത്ത് വിക്രം വന്നിട്ട് വേദയോട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിക്രം ഇങ്ങനെ ആക്ഷൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും വേദക്ക് അത് മനസ്സിലാവുന്നില്ല കേട്ടോ. ആ സമയത്തായിരിക്കും ശ്രീജിയുടെ മോള് വന്ന് ചോദിക്കുന്നുണ്ട്, ആൻറ്റി എനിക്കും ഇതുപോലെ നൈസായിട്ടുള്ള നല്ല സ്പണ്ണായിട്ടുള്ള ഒരു നൈറ്റി വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും വേദ തൻ്റെ നൈറ്റിയിലേക്ക് നോക്കുന്നത്. എന്നിട്ട് അയ്യോ ഷോ ഇത്ര നേരം ഞാൻ ഈ നൈറ്റി ഇട്ടിട്ടാണോ ഇത്ര നേരം ഇവിടെ വന്ന് നിന്നത്, ഈശ്വര ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ചമ്മലോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കം പായാട്ടോ വേദ. അടുക്കളയിൽ നിന്ന് വേദ പെട്ടെന്ന് റൂമിലേക്ക് ഓടിപ്പോകുന്ന സമയത്തിന് വിക്രത്തിനെങ്ങ് തട്ടിത്തഴിഞ്ഞ് വീഴാൻ പോകുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ കൈകളിലേക്ക് കോരിയെടുക്കേണ്ട വേദനെ. അപ്പോഴേക്കും രണ്ടുപേരും പരസ്പരം ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരിക്കും വേദക്ക് അങ്ങ് ഓർമ്മ വരുന്നത്. വിക്രത്തിനെ അങ്ങ് തള്ളി നീക്കിക്കൊണ്ട് തന്നെ വേദ ഓടിയിട്ട് റൂമിലേക്ക് പോകും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ കമലമ്മയും മാഷും. വിക്രത്തിനാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ തലകുനിച്ച് വിക്രം നേരെ ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറാണ്. അപ്പോഴേക്കും ശ്രീജയുടെ അടുത്ത് മോള് ചോദിക്കുന്നുണ്ട്, അല്ല ആൻറ്റി എങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, അതൊന്നുമില്ല മോളെ, മോള് പോയിട്ട് അച്ഛൻ്റെ അടുത്ത് മോളെ പല്ല് തേപ്പിച്ച് തരാൻ പറ. അപ്പോഴേക്കും അമ്മ മോൾക്ക് ഭക്ഷണം എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ശ്രീജയുടെ മോളെ അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്തിന് കമലമ്മക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം വേദയും വിക്രമും ഇത്രമാത്രം അടുത്തല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. വേദ ഏതായാലും ആകെ ചമ്മലോട് കൂടെ തന്നെയായിരിക്കും തൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത്. വേദ ആകെ ചമ്മിങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും വിക്രം കുളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വിക്രം വരുന്ന സമയത്തിന് വേദ നാണത്തോട് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, ഏതായാലും നിൻ്റെ നൈറ്റി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എൻ്റെ വിക്രം നിനക്ക് എന്നോടൊന്ന് തുറന്നു പറയായിരുന്നില്ലേ, ആകെ നാണക്കേടായില്ലേ. ഞാൻ ഒട്ടും ഓർമ്മയില്ലാതെയാണ് അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നത്. ഷോ അച്ഛനും അമ്മയും ശ്രീജേടത്തിയും എല്ലാവരും ഇത് കണ്ടില്ലേ, നന്ദിനിയെടുത്തി കാണാതിരുന്നത് ഭാഗ്യം. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ ഇത്ര നാണക്കേട്,
അതെ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ട് നീ ഇങ്ങനെ വേഷം ഇടുന്ന സമയത്ത് എല്ലാവരും നിന്നെ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാ. വേദ, ഇതേതായാലും നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. വേണമെങ്കിൽ ഇതുപോലത്തെ 2-3 കൂടി ഞാൻ നിനക്ക് വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറയട്ടെ വിക്രം. ഈ നൈറ്റിയിൽ നിന്നെ കാണാൻ സൂപ്പറായിരുന്നു. വേദ. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ രാത്രിയും സൂപ്പറായിരുന്നു. ഇതുപോലെ ഞാൻ ഓരോ ദിവസം ഓരോ വെറൈറ്റി നൈറ്റി നിനക്ക് കൊണ്ടുവന്ന് തരാം. എന്നാൽ പിന്നെ ഓരോ ദിവസം നമുക്ക് ഇതുപോലെ സന്തോഷിക്കാലോ എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വേദക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വിക്രത്തിനെ ഉന്തി തള്ളി പുറത്തേക്കാക്കിക്കൊണ്ട് തന്നെ വേദ നാണത്തോടു കൂടെ ഇങ്ങനെ ഡോറടച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അങ്ങനെ വിക്രവും വേദയും ഒന്നായതിനു ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് വളരെയധികം രസകരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.